ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ സ്നേഹവന്ദനം. സദൃശവാക്യങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം 1-ാമത് വാക്യത്തിൽ, മക്കളെ, അപ്പൻ്റെ പ്രബോധനം കേട്ട് വിവേകം പ്രാപിക്കേണ്ടതിന് ശ്രദ്ധിപ്പീൻ എന്നുള്ള വചനമാണ്. മാതാപിതാക്കളുടെ ആലോചനകൾ, ഉപദേശങ്ങൾ, പ്രബോധനങ്ങൾ മക്കൾക്ക് ഏറ്റവും അനുഗ്രഹീതമായി തീരുമെന്ന് ചരിത്രത്തിൻ്റെ ഏടുകളോ വിശുദ്ധ ബൈബിളോ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. വിശേഷാൽ ദൈവാത്മാവിനാൽ നിയോഗം പ്രാപിക്കുകയും ആഴമായ ആത്മീക ജീവിതം നടത്തുകയും ചെയ്യുന്ന ഒരു പിതാവിൻ്റെ വാക്കുകൾ തലമുറകളുടെ ജീവിതത്തിനകത്ത് ഏറ്റവും ധന്യവും ശ്രേഷ്ഠവുമായ അനുഭവത്തിൽ അവരെ എത്തിക്കും എന്നുള്ളതാണ്. ദൈവഹിതമല്ലാത്ത, ദൈവത്തിൻ്റെ പദ്ധതിയല്ലാത്ത ഉപദേശങ്ങൾ നൽകിയിട്ടുള്ള പിതാക്കന്മാരെക്കുറിച്ചും വിശുദ്ധ ബൈബിൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ശമൂവേൽ എഴുതിയ 1-ാം പുസ്തകം 20-ാം അധ്യായം 31-ാം വാക്യത്തിൽ ശമൂവേൽ യോനാഥാന് നൽകുന്നതായ ഒരാലോചന, ഇശായിയുടെ മകനായ ദാവീദ് ജീവിച്ചിരിക്കാൻ പാടില്ല, അവൻ കൊല്ലപ്പെടണമെന്ന് പറയുന്ന ഒരു പ്രബോധനമുണ്ട്. അത് ദൈവിക നിയോഗമല്ല. അത് ചെയ്തിരുന്നെങ്കിൽ യോനാഥാന് അത് നാശമായി ഭവിക്കുമായിരുന്നു എന്നോർമ്മപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഇസഹാക്ക് തൻ്റെ മകനായ യാക്കോബിനെ വിളിച്ച് തന്നോട് പറയുന്നതായ കാര്യമുണ്ട്. നീ ഇവിടെ നിന്ന് പോകണമെന്നും കനാന്യ സ്ത്രീകളിൽ നിന്ന് ഭാര്യയെ എടുക്കരുതെന്നും ആരാമിൽ നിൻ്റെ അമ്മയുടെ അപ്പനായ മെതുവേലിൻ്റെ വീട്ടിൽ ചെന്നിട്ട് അവിടെ നിന്ന് മാത്രമേ നീ വിവാഹം കഴിക്കാവൂ എന്നൊക്കെ പറഞ്ഞ് ഇസഹാക്ക് യാക്കോബിനെ പറഞ്ഞയക്കുമ്പോൾ, ആ പ്രബോധനം കേട്ട് യാത്ര ചെയ്ത യാക്കോബിന് അത് നന്മയായി ഭവിപ്പാൻ ഇടയായി തീർന്നിട്ടുണ്ട് എന്നോർക്കണം. ഇവിടെ ഞാൻ 2 വസ്തുത പറഞ്ഞത്, ഒന്ന്, നമ്മെ പ്രബോധിപ്പിക്കുമ്പോൾ ആ പ്രബോധനം ദൈവികമാണോ ദൈവഹിതമാണോ എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. 2, ദൈവഹിതമായതിനെ നാം തിരഞ്ഞെടുക്കുന്നു എങ്കിൽ, കേൾക്കുന്നു, അംഗീകരിക്കുന്നു എങ്കിൽ അത് നമുക്ക് നന്മയായി വരുമെന്ന് നാം തിരിച്ചറിയണം. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ഒരപ്പൻ 2 മക്കളിൽ ഒരുവനോട് നീ ഇപ്പോൾ വീട് വിട്ടു പോകരുതെന്നൊക്കെ പറഞ്ഞെങ്കിലും അപ്പൻ്റെ പ്രബോധനം അംഗീകരിപ്പാൻ തയ്യാറില്ലാതെ വസ്തുവകകൾ വിറ്റ് ദൂരദേശത്തേക്ക് കടന്നുപോയ മകൻ അപ്പൻ്റെ പ്രബോധനം നിഷേധിക്കുക നിമിത്തം ഒരുപാട് വ്യഥകളും വേദനകളും കഷ്ടതകളും അനുഭവിക്കേണ്ടി വന്നു എന്നും ചരിത്രത്തിൻ്റെ ഏടുകളിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മോട് പറയുന്നത് നാം കേൾക്കേണ്ടവരെ കേൾക്കുവാൻ, ആ പ്രബോധനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അനുസരിക്കേണ്ടതിനെ അനുസരിപ്പാനും തള്ളിക്കളയേണ്ടതിനെ തള്ളിക്കളയുവാനും, ആ നിലകളിൽ യാക്കോബിനെ പോലെ അനുഗ്രഹീത മണ്ഡലത്തിലേക്ക് നാം എത്തിപ്പെടുന്നവരുമായി തീരേണ്ടതിന് നമുക്ക് നമ്മുടെ മാതാപിതാക്കളുടെ പ്രബോധനങ്ങൾ, ഉപദേശങ്ങൾ കേട്ട് അനുസരിച്ച് നമ്മുടെ ജീവിതം മുൻപോട്ട് കഴിപ്പാൻ നമുക്ക് സമർപ്പിക്കാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ ആഴങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങളുടെ മാതാപിതാക്കൾ, ഗുരുക്കന്മാർ, ഞങ്ങളുടെ ആത്മീക ഗുരുക്കന്മാർ ഒക്കെ ഞങ്ങളെ പ്രബോധിപ്പിക്കുമ്പോൾ അത് നല്ലതെന്ന് മനസ്സിലാക്കുന്നത് ഞങ്ങൾക്ക് തിരഞ്ഞെടുത്ത് അതിൽ നിലനിൽക്കുന്നവരായി തീരുവാൻ സഹായിക്കണം. ഈ ദൈവവചന ചിന്ത കേട്ട എല്ലാവരെയും അതിനൊരുക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ.